എല്ലാവർക്കും എജുക്കേണ്ട പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. സോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്സ്. ഇതിനെ ഹാലോ ആൽക്കീൻസ് എന്നും പറയും. എന്താ ഹാലോ ആൽക്കീൻസ്? ജനറൽ ഫോർമുല RX എന്നാണ്. ആർ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതായത് ആൽക്കീൻ അറിയാമല്ലോ, ഹൈഡ്രോ കാർബണിൽ നമ്മൾ ആൽക്കീൻ പഠിച്ചാണ്. അതിൻ്റെ അത് ഒരു എച്ച് മാറ്റുമ്പോൾ അതിന് നമ്മൾ ആൽക്കൈൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ CH4 ഇതെന്താണ്? ഇത് മീതെയിൻ ആണ്, ഇതൊരു ആൽക്കീൻ ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു എച്ച് മാറ്റിയിട്ട് ഞാൻ CH3 എഴുതുവാണെങ്കിൽ ഇത് മീതൈൽ ഗ്രൂപ്പ് ആവും. ക്ലിയർ അല്ലേ? ഇത് നമ്മുടെ ആൽക്കൈലാണ്. എക്സ് എന്താണ്? എക്സ് ഹാലജൻ ആണ്. ഹാലജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 17 എലിമെന്റ്സിനാണ് നമ്മൾ ഹാലോജൻ എന്ന് പറയുന്നത്. ഹാലോജൻ ഏതൊക്കെ ഉണ്ട്? ഫ്ലൂറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്. സോ ആൽക്കൈൽ ഹാലൈഡ്സിലാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണപ്പെടുന്നത്. ആൽക്കൈൽ ഹാലൈഡ് സ്പ്ലിറ്റ് ആകുന്ന എങ്ങനെ അറിയാവോ? ആറിന്റെ പോസിറ്റീവ് ചാർജും വരും, എക്സിന്റെ മൈനസ് ചാർജും വരും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ് ആണ്, ഹാലജൻ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ് ആണ്. അതിന്റെ അർത്ഥം ഇത് സിംഗിൾ ബോണ്ട് അല്ലേ കാണാൻ? ഈ സിംഗിൾ ബോണ്ട് 2 ഇലക്ട്രോൺ വെച്ചാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ്സിന്റെ ടെൻഡൻസി ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ടിലെ 2 ഇലക്ട്രോൺസും ഇതിന് എടുത്തോണ്ട് പോകും. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. 2 ഇലക്ട്രോണുകളുടെ എക്സ് എടുത്തോണ്ട് പോകുമ്പോൾ എക്സിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ആറിന്റെ ഓപ്പോസിറ്റ് ചാർജ്, അതായത് പോസിറ്റീവ് കിട്ടും. അപ്പൊ RX ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ R പ്ലസും എക്സ് മൈനസും ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം R പ്ലസും എക്സ് മൈനസും ആയി. ഇതിന്റെ കൂടെ ഞാനൊരു ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്തു. അപ്പൊ എന്താണ്? NU ആണ് എന്റെ ന്യൂക്ലിയോഫൈൽ. എന്താണ് ന്യൂക്ലിയോഫൈൽ? ഈ വേർഡിൽ തന്നെയുണ്ട് ന്യൂക്ലിയോ ആൻഡ് ഫൈൽ. ന്യൂക്ലിയോ സ്റ്റാൻഡ്സ് ഫോർ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവിനെയാണ് ഈ ന്യൂക്ലിയോ എന്ന് പറഞ്ഞ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫൈൽ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ലവിംഗ് എന്നാണ്, അതായത് പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആള്. അപ്പൊ ഇതിനെ പോസിറ്റീവ് ചാർജിലോട്ടാണ് ഇതിന്റെ അട്രാക്ഷൻ എങ്കിൽ ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആകത്തില്ല. അപ്പോഴല്ലേ പോസിറ്റീവ് ചാർജ് പോയി അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫൈലിന്റെ മുകളിൽ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഇടും. അപ്പൊ R പോസിറ്റീവ് ഉണ്ട്, എക്സ് മൈനസ് ഉണ്ട്, NU മൈനസും ഉണ്ട്. ഇപ്പൊ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള R പ്ലസും ആയിട്ട് പോയി അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് കിട്ടും? RNUയും എക്സ് മൈനസും കിട്ടും. ഇവിടെ ന്യൂക്ലിയോഫൈൽ ഉണ്ടായിരുന്നു, അത് ഈ ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇതിനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, എങ്ങനെയാണ് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കാം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 ടൈപ്പിലാണ് ഉള്ളത്. ഫസ്റ്റ് ആണ് SN1 എന്ന് നമ്മൾ പറയും. സെക്കൻഡ് ആണ് ഒബ്വിയസ്ലി SN2. ഇവിടെ S സ്റ്റാൻഡ്സ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ, N സ്റ്റാൻഡ്സ് ഫോർ ന്യൂക്ലിയോഫിലിക്. SN1 ആണെങ്കിൽ അതൊരു 2 സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കും. ഓക്കെ. SN2 ആണെങ്കിൽ അത് 1 സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കും. എന്താണ്? SN2 ആണെങ്കിൽ 1 സ്റ്റെപ്പ് പ്രോസസ് ആണ്, SN1 ആണെങ്കിൽ 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇവിടെ എന്ത് നമ്പർ ഉണ്ട്? അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കും ഉള്ളത്. 2 സ്റ്റെപ്പ് പ്രോസസ് ആണെങ്കിൽ 2 പ്രൊഡക്ട്സ് വിൽ ബി ഫോംഡ് അല്ലെ? 2 സ്റ്റെപ്പ് ഉണ്ട്, അപ്പോൾ 2 പ്രോഡക്ട്സ് ഫോംഡ് ആവും. ഇവിടെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ, അതുകൊണ്ട് 1 സിംഗിൾ പ്രോഡക്റ്റ് വിൽ ബി ഫോംഡ്. മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? SN1 റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റയോൺ. കാർബോക്കേറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. എന്താണ് ഈ കാർബോക്കേറ്റയോൺ? RX ആണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞു. RX സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ Rന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്, എക്സിന് നെഗറ്റീവ് ചാർജാണ്. ഈ R പ്ലസ് പ്ലസ് എക്സ് മൈനസ് എന്ന് പറഞ്ഞില്ലേ, ഈ R പ്ലസ് ആണ് എന്ത്? കാർബോക്കേറ്റയോൺ നമ്മൾ പറയുന്നത്. കാരണം ഇത് കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്, പോസിറ്റീവ് ചാർജും ഉണ്ട്, അപ്പോൾ നമ്മൾ കാർബോക്കേറ്റയോൺ എന്ന് പറയുന്നത്. കാർബോക്കേറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും SN1 റിയാക്ഷൻ. കാർബോക്കേറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ SN1 റിയാക്ഷൻ നടക്കാനുള്ള ചാൻസസും കൂടും. ഓക്കെ അല്ലേ? കാർബോക്കേറ്റയോൺ ഫോം ചെയ്യാൻ നമ്മൾ കണ്ടു, അതിന്റെ സ്റ്റെബിലിറ്റി കൂടുവാണെങ്കിൽ SN1 റിയാക്ഷൻ നടക്കാനുള്ള ചാൻസസും കൂടും. കാർബോക്കേറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാർബോക്കേറ്റയോൺ സ്റ്റെബിലിറ്റി അത് ആൽഫ ഹൈഡ്രജൻ, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജനിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൽഫ ഹൈഡ്രജൻ എന്താണോ ഒക്കെ നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക, കാർബോക്കേറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജനിലാണ്
ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആൽഫ ഹൈഡ്രജൻ എന്താണെന്ന് നോക്കാം. സപ്പോസ് 3 കാർബോക്കറ്റൈൻ കാണിക്കുകയാണ്. ഇതൊരു കാർബോക്കറ്റൈൻ ആണ്, ഇത് വേറൊരു കാർബോക്കറ്റൈൻ ആണ്, ഇതൊരു കാർബോക്കറ്റൈൻ ആണ് അല്ലേ? 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. എവിടെയാണ് പോസിറ്റീവ് ചാർജ്? കാർബണിലാണ് പോസിറ്റീവ് ചാർജ്. ഈ കാർബോക്കറ്റൈൻ നോക്കുവാണെങ്കിൽ ഈ കാർബൺ ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ, അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയും. ഇത് ആൽഫ കാർബൺ. ആ കാർബണിലുള്ള ഹൈഡ്രജനെ നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്നും പറയും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഈ കാർബൺ ആൽഫ കാർബൺ അല്ലേ, അതിലുള്ള ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ അല്ലേ, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബൺ ആൽഫ കാർബൺ അല്ലേ, അതിലുള്ള ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ അല്ലേ, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ടോട്ടൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ ആകെപ്പെട്ട് 3 ആൽഫ ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. ഇവിടെ 9 ആൽഫ, ഇവിടെ 6 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ എവിടെയാണ് കൂടുതൽ, അവിടെയാണ് കാർബോക്കറ്റൈൻ സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പൊ ഇതിന്റെ ഓർഡർ ഇങ്ങനെ ആയിരിക്കും. ഇതൊരു ടെർഷ്യറി കാർബോക്കറ്റൈൻ ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്. അതെങ്ങനെ മനസ്സിലായി? പോസിറ്റീവ് ചാർജുള്ള കാർബൺ 3 കാർബണുമായിട്ടാണ് ജോയിന്റ് ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ടെർഷ്യറി എന്ന് പറയുന്നത്. ഇവിടെ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ വേറെ 2 കാർബണായിട്ടല്ലേ ജോയിന്റ് ഉള്ളൂ, പിന്നെ സെക്കൻഡറി എന്ന് പറയും. പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഒറ്റ ഒരു കാർബണായിട്ട് ജോയിന്റ് ഉള്ളൂ, അതുകൊണ്ട് പ്രൈമറി എന്ന് പറയും. അപ്പോൾ ടെർഷ്യറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അതുകൊണ്ട് SN1 റിയാക്ഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എവിടെയായിരിക്കും? ടെർഷ്യറിയിലാണ്, പിന്നെ സെക്കൻഡറിയിലാണ്, പിന്നെ പ്രൈമറിയിലാണ്. SN2 വരുമ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. SN2 റിയാക്ഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഫസ്റ്റ് പ്രൈമറിയിലാണ്, പിന്നെ സെക്കൻഡറിയിലാണ്, പിന്നെ ടെർഷ്യറിയിലും. ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കാർബോക്കറ്റൈൻ എന്താണെന്ന് കണ്ടു, അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് കണ്ടു, പിന്നെ SN1 SN2 റിയാക്ഷൻ എങ്ങനെ കാർബോക്കറ്റൈൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതുവരെ കണ്ട കാര്യം ഞങ്ങൾക്ക് എഴുതാം. SN1 SN2. ഇവിടെ എന്താണ് കണ്ടത്? ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഇവിടെ എന്താണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ടെർഷ്യറിയെക്കാട്ടും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള വേറെ 2 കാർബോക്കറ്റൈനും കൂടെ ഉണ്ട്. ഒന്നാണ് ബെൻസൈലിക് കാർബോക്കറ്റൈൻ, രണ്ടാമത്തെയാണ് അലൈലിക് കാർബോക്കറ്റൈൻ. ഈ 2 കാർബോക്കറ്റൈനിന് ടെർഷ്യറിയെക്കാട്ടും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതെങ്ങനെ ഇരിക്കും ചോദിച്ചാൽ, ബെൻസൈലിക് പേരിൽ തന്നെ ഉണ്ട്, ബെൻസീൻ റിംഗ് ഉണ്ട് എന്തായാലും. അതിൽ ഒരു കാർബൺ ഉണ്ട്, ആ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതാണ് ബെൻസൈലിക് കാർബോക്കറ്റൈൻ. അലൈലിക് നോക്കുമ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിൽ ഉള്ള കാർബണുമായിട്ട് ഒരു കാർബൺ ജോയിന്റ് ആണ്, ആ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതാണ് അലൈലിക് കാർബോക്കറ്റൈൻ എന്ന് പറയുന്നത്. ഈ 2 കാർബോക്കറ്റൈനെയും ടെർഷ്യറി കാർബോക്കറ്റൈനായിട്ടും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതിന്റെ റീസൺ, ഈ പോസിറ്റീവ് ചാർജിന് ഇവിടെ റെസൊണൻസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാൻ പറ്റും. റെസൊണൻസ് കൂടുമ്പോൾ കാർബോക്കറ്റൈൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ടെർഷ്യറിയിലാണ് SN1 റിയാക്ഷൻ നടക്കാൻ ചാൻസ് കൂടുതൽ, കാരണം സ്റ്റേബിൾ ആണ്. പിന്നെ നമ്മൾ 2 കാർബോക്കറ്റൈനോട് പറഞ്ഞു, അതിന്റെ സ്റ്റെബിലിറ്റി ടെർഷ്യറിയെക്കാട്ടും കൂടുതലാണ്. അങ്ങനെയാണ് ഈ 2 കാർബോക്കറ്റൈനിൽ എന്താണ് ഉറപ്പായിട്ടും SN1 റിയാക്ഷനെ നടക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ടെർഷ്യറിയുടെ കാര്യം പറഞ്ഞു, ബെൻസൈലിക്കിന്റെ കാര്യം പറഞ്ഞു, അലൈലിക്കിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഈ സെക്കൻഡ് ടെർഷ്യറി കാർബോക്കറ്റൈൻ സ്റ്റേബിൾ ആയതുകൊണ്ട് SN1 റിയാക്ഷൻ നടക്കും. പ്രൈമറി കാർബോക്കറ്റൈൻ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട്, ആൽഫ ഹൈഡ്രജൻ കുറവായതുകൊണ്ട് SN2 റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. സെക്കൻഡറി കാർബോക്കറ്റൈൻ ഉണ്ടല്ലോ, ഇത് SN1 നടക്കാവുന്ന, SN2 നടക്കാവുന്ന. അപ്പൊ ഏത് റിയാക്ഷൻ നടക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്രൈറ്റീരിയ കൂടെ നോക്കണം. സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് സോൾവെന്റ്. അതായത് റിയാക്ഷൻ നടക്കാൻ വേണ്ടി റിയാക്ഷന്റെ റീജിയൻസിനെ എല്ലാം കൂടെ നമ്മളൊരു സോൾവെന്റ് അത് ഡിസോൾവ് ചെയ്യും, എന്നിട്ട് അവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പ് സോൾവെന്റ് അതനുസരിച്ച് SN1 റിയാക്ഷൻ അല്ലെങ്കിൽ SN2 റിയാക്ഷൻ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോൾവെന്റ് 2 ടൈപ്പിലാണുള്ളത്. പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണ് SN1 റിയാക്ഷൻ ആയിരിക്കും. അതേസമയം പോളാർ അപ്രോട്ടിക് സോൾവെന്റ് ആണ് SN2 റിയാക്ഷൻ ആയിരിക്കും. പ്രോട്ടിക് സോൾവെന്റ് മീനിങ് പ്രോട്ടോൺ റിലീസ് ചെയ്യാൻ പറ്റുന്ന സോൾവെന്റ്. അപ്രോട്ടിക് സോൾവെന്റ് മീനിങ് പ്രോട്ടോൺ റിലീസ് ചെയ്യാൻ പറ്റാത്ത സോൾവെന്റ് ആണ് അപ്രോട്ടിക് സോൾവെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം Cl- അല്ലേ. H+ എന്താണ്? പ്രോട്ടോൺ ആണ്. അപ്പൊ HCl പ്രോട്ടിക് സോൾവെന്റ് ആണ്. അപ്രോട്ടിക് സോൾവെന്റ് എക്സാമ്പിൾ NaOH ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? Na+ഉം OH- അല്ലേ. ഇവിടെ H+ റിലീസ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പം NaOH ഒരു പ്രോട്ടിക് സോൾവെന്റ്. പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിൽ എന്ത് റിയാക്ഷനാ? SN1 റിയാക്ഷൻ ആണ്.
പോളാർ അപ്രോട്ടിക് സോൾവെന്റ് ആണ് എന്ത് റിയാക്ഷൻ SN2 റിയാക്ഷൻ. അപ്പം സോൾവെന്റ് അനുസരിച്ച് SN1 റിയാക്ഷൻ ആണ് SN2 റിയാക്ഷൻ ആണ് എങ്ങനെ കാണാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ന്യൂക്ലിയോഫൈലിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ രണ്ട് റിയാക്ഷനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. SN1 റിയാക്ഷൻ സ്റ്റേബിൾ കാർബോക്കേറ്റൈൻ ആണെങ്കിൽ ഫോം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ കാർബോക്കേറ്റൈൻ എന്താണ് SN1ന്റെ കേസിൽ സ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ കാർബോക്കേറ്റൈൻ. SN2യുടെ കേസിൽ നോട്ട് സ്റ്റേബിൾ കാർബോക്കേറ്റൈൻ. ഇവിടെ സ്റ്റേബിൾ കാർബോക്കേറ്റൈൻ ആയതുകൊണ്ട് ഇത് കാർബോക്കേറ്റൈൻ പ്ലസ് ന്യൂക്ലിയോഫൈൽ അല്ലേ റിയാക്ഷൻ, ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് പഠിക്കുന്നത്. കാർബോക്കേറ്റൈൻ പ്ലസ് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പോൾ കാർബോക്കേറ്റൈൻ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇവിടെ വീക്ക് ന്യൂക്ലിയോഫൈൽ ആണെങ്കിലും റിയാക്ഷൻ നടക്കും. അതായത് അത്ര പവർ ഇല്ലാത്ത ന്യൂക്ലിയോഫൈൽ ആണെങ്കിലും റിയാക്ഷൻ നടക്കും. പക്ഷെ ഇവിടെ ഓൾറെഡി വീക്ക് കാർബോക്കേറ്റൈൻ ആണ് SN2യുടെ കേസിൽ. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഇവിടെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ തന്നെ വേണം. ഓക്കെ അല്ലേ. ഇപ്പൊ ന്യൂക്ലിയോഫൈൽ കണ്ടു, സോൾവെന്റ് കണ്ടു, കാർബോക്കേറ്റൈൻ്റെ സ്റ്റെബിലിറ്റി കണ്ടു. അപ്പം ഇതൊക്കെ ബേസിക് കാര്യങ്ങളായിരുന്നു. ഈ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് വരാം. ഇവിടുത്തെ എക്സാമ്പിൾ എന്തായിരുന്നു, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരുന്നു അല്ലേ. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് CH3 പോസിറ്റീവ് ചാർജ്, X മൈനസ് ചാർജ്. നിങ്ങൾ നോക്കിയാൽ അറിയാം CH3 ഒരു ഹിൻഡേർഡ് ഗ്രൂപ്പ് അല്ല. അതറിയണമെങ്കിൽ വേറെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ടെർഷ്യറി കാർബോക്കേറ്റൈൻ കൺസിഡർ ചെയ്യുന്നു, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് കൺസിഡർ ചെയ്യുന്നു. പ്ലസ് ന്യൂക്ലിയസ്, ക്ലോറിൻ പോകും, നെഗറ്റീവ് ചാർജ് പ്ലസ് ചാർജ്. നോക്കി ഈ പ്ലസ് ചാർജിലോട്ട് ഈ ന്യൂക്ലിയോഫൈലിന് എത്തണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ, പുറകെ കൂടെ പോകാൻ ഒക്കത്തില്ല. കാരണം പുറകെ കൂടെ ഓൾറെഡി 3 ഗ്രൂപ്പ് പ്രസന്റ് ആണ്. CH3 ഗ്രൂപ്പ് ആക്ച്വലി കുറച്ച് സൈസ് ഉള്ള ഗ്രൂപ്പാണ്, ഇനി നമ്മൾ ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, CH3 ഗ്രൂപ്പ് ബൾക്കി ഗ്രൂപ്പാണ്. ഇവിടെ സ്ഥലമില്ല, ഈ സ്ഥലമില്ലാത്തതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റെറിക് ഹിൻഡറൻസ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് കൂടെ മാത്രമേ വരാനൊക്കത്തുള്ളൂ. പിന്നെ ഒറ്റ ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയെ പോസിബിൾ. സ്റ്റീരിയോ കെമിസ്ട്രി മീൻസ് എങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യും, ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യാനേ പറ്റും അല്ലേ. പിന്നെ നമ്മൾ പറയാം റിട്ടൻഷൻ. കാരണം എന്താണ്, ക്ലോറിൻ തുടക്കത്തിൽ ഏത് പൊസിഷനിലാണ് ഇരുന്നത് അതേ പൊസിഷനിലാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് SN1 റിയാക്ഷന് റിട്ടൻഷൻ നടക്കും. SN2 റിയാക്ഷൻ കേസ് നോക്കിക്കേ, ഈ X ഇവിടുന്ന് പോകുമ്പോൾ ന്യൂക്ലിയോഫൈലിനെ പുറകിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ലോ അല്ലേ. അതുകൊണ്ട് ഇവിടെ ന്യൂക്ലിയോഫൈലിന്റെ പൊസിഷൻ നേരത്തെ X എവിടെ ഉണ്ടായിരുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയും ഇവിടെ ഇൻവേർഷൻ പോസിബിൾ ആണ്. ഇവിടെ എപ്പോഴും 100% ഉറപ്പായിട്ടും ഇൻവേർട്ടഡ് പ്രൊഡക്റ്റ് ഫോം ആകട്ടെ. 100% ഇൻവേർഷൻ, 100% ഇൻവേർഷൻ. ഓക്കെ, ബട്ട് SN1 റിയാക്ഷന്റെ കേസിൽ അവിടെ കൊണ്ട് കഴിയുന്നില്ല. ഒരു പ്രോസസ് കൊണ്ട് നടക്കും, അതാണ് റേസിമൈസേഷൻ എന്ന് പറയും. ബട്ട് ഡിഫറൻസ് ഉണ്ട്, അത് കാണിച്ചത്. SN1 റിയാക്ഷൻ എഴുതുന്നു. SN1 റിയാക്ഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? SN1 റിയാക്ഷൻ കാണപ്പെടുന്നത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലാണ് കൂടുതൽ ചാൻസ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി, അതിയുടെ പ്രൈമറി ആണ്. അത് ഞാൻ ടെർഷ്യറിയുടെ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. CH3 C, CH3 CH X Cl ആയിരുന്നു പ്ലസ് ന്യൂക്ലിയോഫൈൽ. ഇതൊരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് അല്ലേ. ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കും? SN1 റിയാക്ഷൻ നടക്കും. CH3 C2H5 C3H7 Cl. ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കും? ഇവിടെ SN1 റിയാക്ഷൻ തന്നെ നടക്കും. അതെന്താണ്? ക്ലോറിൻ ആണ് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ടെർഷ്യറി കാർബൺ ആണ്. കാരണം ഈ കാർബൺ വേറെ 3 കാർബണായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതും ഒരു ടെർഷ്യറി കാർബൺ ആണ്, ഇതും ഒരു ടെർഷ്യറി കാർബൺ ആണ്. ബട്ട് ഡിഫറൻസ് നോക്കുക, ഈ കാർബൺ ഒരു കൈരാൽ കാർബൺ ആണ്. കൈരാൽ കാർബൺ എന്ന് പറയുമ്പോൾ ഈ കാർബണിന്റെ 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ബട്ട് ഈ കാർബണിന്റെ കേസിൽ അങ്ങനെയല്ല, 3ഉം ഒരേ ഗ്രൂപ്പാണ്. കൈരാൽ കാർബൺ ആണെങ്കിലുണ്ടല്ലോ അവിടെ റേസിമൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് നടക്കും. ബട്ട് കൈരാൽ കാർബൺ അല്ലെങ്കിൽ റിട്ടൻഷൻ നടക്കും. റേസിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, അവിടെ 50% പ്രൊഡക്റ്റ് റിട്ടൻഷൻ നടക്കും, 50% ഇൻവേർഷൻ നടക്കും. അതായത് 50% പ്രൊഡക്റ്റ് കണ്ട് ഇങ്ങനെ ആയിരിക്കും. C2H5 C3H7 N2 NU പ്ലസ് ഇൻവേർട്ടഡ് ആയിട്ടും 50% പ്രൊഡക്റ്റ് കാണും. ഇങ്ങനെയായിരിക്കും രണ്ട് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. എവിടുത്തെ കേസിൽ പറയുന്നത്? SN1ന്റെ കേസിൽ. അതും എപ്പോഴാണ്? കൈരാൽ കാർബൺ ഉള്ളപ്പോൾ മാത്രം, അല്ലെങ്കിൽ റിട്ടൻഷൻ നടക്കും. ബട്ട് SN2യുടെ കേസിൽ 100% എപ്പോഴും എന്ത് മാത്രമേ നടക്കത്തുള്ളൂ? ഇൻവേർഷൻ മാത്രമേ നടക്കത്തുള്ളൂ. സോ ഇതായിരുന്നു SN1 ആൻഡ് SN2 റിയാക്ഷൻ രണ്ട് ടൈപ്പ്. എങ്ങനെ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം,
എന്ത് ക്രൈറ്റീരിയ യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.